അങ്ങൂരെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് വരികയായിരുന്നു. എന്റെ സമയം കൊള്ളാം. അയ്യോ, ഇതിവിടെ സർക്കാരിന്റെ വണ്ടിയല്ലേ? അധികം ലാത്തി അടിക്കാതെ പുറകിലോട്ട് കയറാം. അയ്യോ, അത് ചന്ദ്രന്റെ കാറല്ലേ? എന്റെ ദൈവമേ, എത്ര കാറാ! അണ്ണാ ഞാൻ എഴുതിപ്പോയിക്കോട്ടോ. എല്ലാരും കൂടെ എങ്ങോട്ട് പോകണമെന്നാ? അയ്യോ, ഇതെന്ത് പറ്റിയല്ലോ? പാതയിട്ട് ഡോട്ടെ. ഇതിനു മുമ്പ് ഒരിക്കലേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ അണ്ണാ. അന്ന് അവിടെ വന്നിട്ട് പോയപ്പോ എന്നെ പോലീസ് പിടിച്ചില്ലേ? എന്നെ 15 മിനിറ്റ് ഇരുത്തി, ചൂടില്ലാതെ. പച്ച കത്തി അണ്ണാ. അമ്മ എന്ത് പറയുന്നു? ചേച്ചി കരയാതിരിക്കൂ. ബി കോൺഫിഡന്റ്. കരയാതിരിക്കൂ ദേവി. ഡോണ്ട് ലൂസ് യുവർ സ്ട്രെങ്ത്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്ത് പറഞ്ഞു? കാര്യം ശരിയാണ്. എല്ലാം ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച പോവുക ഒരു നാട്ടിലേക്ക്. ഗുരുവായൂർ വെച്ചാ കല്യാണം. എന്ത് ചെയ്യാൻ അവസരപ്പെട്ട? എന്ത് ചെയ്യാനാടോ? വിളിച്ചിടയ്ക്ക് രജിസ്റ്റർ മാരേജ് നടത്തണം. എനിക്ക് കോച്ചിങ് ക്യാമ്പ് പോയി. ഇത് നടന്നില്ലെങ്കിൽ അവനാകെ തകർന്നു. ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ ഈ വഴി വരാം. തന്നെയോ? എന്താ മോനെ രാത്രിയിലെ കയറിയിരിക്കേ? വേണ്ടവേ, ഞാനിവിടെ നോളാം. ഞങ്ങൾ അങ്ങോട്ടിരിക്കാം. ഔസേപ്പച്ചന്റെ പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മ വിളിച്ചിട്ട് അകത്തേക്ക് കയറാത്തത്. അല്ലയാ, വേറൊരു വഴിയില്ല. 2-3 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ മാരേജ് നടത്തേണ്ടി വരും. ദേവിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. തൽക്കാലം അമ്മ സമ്മതിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. താര ഇപ്പോ ദേവിയോട് ഫോണിൽ സംസാരിച്ചു. നോ പ്രോബ്ലം ആണിയാ. എന്ത് വന്നാലും നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നു. ഔസേപ്പച്ചന്റെ പോലീസ് എസ്കോർട്ടോടുകൂടി. വണ്ടി മാറ്റേ. മാറ്റിയില്ലെങ്കിലോ? മാറ്റാനാ പറഞ്ഞേ. നിങ്ങൾ തല്ലുമല്ലേ? പോക്കരത്തിനെ കാണിച്ചാൽ തല്ലും. വണ്ടി മാറ്റാ. മാറ്റില്ല, മാറ്റില്ല. വണ്ടി എടുത്ത് മാറ്റാ പറ. വണ്ടി മാറ്റി പറ. വണ്ടി മാറ്റി. ഏതാ സ്റ്റാർട്ടാവുന്നില്ലേ? അപ്പോ ചന്ദ്രു, ആരാത്? ഞാനാമേ തന്നെയാ. ചന്ദ്രു ഉറങ്ങിയല്ലോ. എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അകത്ത് കയറിയിരുന്ന് പറയേണ്ട കാര്യമാ. പക്ഷെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനില് അത് വേണ്ട. ഞാൻ ഇവിടെ നിന്ന് പറയാം. തന്നെ പോകൂ. അങ്ങനെ പോയാലെങ്ങനാ? എനിക്ക് കാര്യം പറയണ്ടേ? സ്വബോധം കിട്ടുമ്പോ പറഞ്ഞാൽ മതി. എന്താ? എനിക്ക് സ്വബോധം ഇല്ലല്ലോ. നല്ല ബോധമുണ്ട്. ബോധം കിട്ട് ഓരോന്ന് പെരുമാറുന്നത് നിങ്ങളെപ്പോലുള്ളവരാ. അനാവശ്യം പറയരുത്. അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമായുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നിർത്തേക്കാം. സാറിന്റെ മകള് ദേവി മേനോനെ ഞങ്ങളുടെ നന്ദന് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഇക്കാര്യത്തിൽ പോരാ. ഞങ്ങൾ കുറെ ഫ്രണ്ട്സോടെ തീരുമാനിക്കണം.
ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി വേണ്ടാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് മരുമോനെ പോലെ കൊണ്ടുനടന്നിട്ട് ഇപ്പൊ അത് തകയുക. വേറെ കല്യാണം ആലോചിക്കുക. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? അല്ലെ അമ്മ പറയട്ടെ, ഇറങ്ങണ വെളിയിൽ. സ്വരം മാറ്റരുത്, എന്റെ സ്വരം മാറും. വിട. ആണുങ്ങളായ നേരിട്ട് ഇടപെടണം. കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. അത് തന്നെ കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. രവി, രവി, ധൈര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് വരെ ഇറങ്ങിവാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിച്ചേരാം. ഒരുത്തരൊരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം. എന്തോ കാണാനാ? വെറുതെ തിണ്ണ വിളിച്ച് കാണിക്കുന്നു. തന്നെ എനിക്ക് കാണണ്ട ഇവിടെ വെച്ചാ, ഈ റോഡിൽ വെച്ച്. തന്നെ താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആ ഇനിയും വല്ലവനെ കൂലിക്ക് എടുത്തിരുന്ന പറ, ഇതുകൊണ്ട് തീർക്കണം. പോട്ടെ, നമുക്ക് കാണാം. എന്താ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഐ ഹാവ് നോ ടൈം. കണ്ണിച്ചൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ചന്ദ്രു എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്തത്? ദേവിയുടെയും നന്ദന്റെയും കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണ്ണിച്ചൻ എന്ത് കിട്ടാനാ? ചന്ദ്രു മാത്രമല്ല ഈ കാര്യത്തിന് എതിരെ നിൽക്കുന്നത്. ഞാൻ എതിരല്ല താരൻ. അച്ഛന്റെ ചെലവിൽ കഴിയുന്ന എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റൂ. പോവാ. കണ്ണിച്ചൻ എന്നോട് സംസാരിക്കണം. ഞാനേ ആണുങ്ങളോടെ സംസാരിക്കാറുള്ളൂ. എടാ, നന്ദന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം പലതും സംഭവിച്ചേനെ. മിനിമം നിന്റെ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരെങ്കിലും. അവൻ പാവമായതുകൊണ്ടല്ലേ നീ കേട്ട് വട്ട കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്യണം? കണ്ണിച്ചൻ പറ. എല്ലാം തീരുമാനിച്ചിരിക്കുക. ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ വരെ. അതിനു മുമ്പ് നമുക്ക് അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. താൻ കൂടെ വയ്ക്കാം. നന്ദന്റെയും ദേവിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടമല്ലേ? അതൊക്കെ ഇവിടെ എന്റെ കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞാലുടൻ നമുക്കത് നടത്തണം. നമുക്ക് നാളെ രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ചന്ദ്രു രാവിലെ എത്രയും നേരത്തെ ഇവിടെ വരിക? ദേവിയെയും കൂട്ടി. എന്തെങ്കിലും ഒരു കാരണം പറയൂ ചന്ദ്രു. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാനാണെന്നോ അമ്പലത്തിൽ പോകാനാണെന്നോ? കാരണം എന്താ? ഞാൻ വരാം. കണ്ണിച്ചൻ രാവിലെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താടോ ഒരു വെപ്രാളം തോന്നുന്നു അല്ലേ? അല്ല, അമ്മയോട് ഞാൻ ഒന്നുമില്ലടോ. ഇത് കഴിയുമ്പോ എല്ലാം ശരിയാവും. താൻ രാവിലെ ദേവി ഇവിടെ എത്തിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇത് വേണോ? ഇരിക്കട്ടെ. അച്ഛാ, നാളെ എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു 10-10:30 പോവാം. എന്താ കാര്യം? അല്ല, രാവിലെ ചേച്ചിക്ക് വണ്ടിയൊന്നും വേണമെന്ന് പറഞ്ഞു. ഓ, മിണ്ടി തുടങ്ങിയോ അവര്? എവിടെ പോവാനാ? ഫ്രണ്ട്സിന്റെ അല്ല, അമ്പലത്തിൽ പോണം. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ മറ്റോ. ആരാ കൊണ്ടുപോകുന്നത്? ഞാൻ കൊണ്ടുപോകാം. അത്യാവശ്യമുള്ള ഒരു ബാഗിലാക്കി വെച്ചോളൂ.
വേഗം പോയിട്ട് ഒരു കുട്ടി 10 മണിക്ക് അച്ഛൻ എവിടെ പോണോന്ന് പറഞ്ഞു. എന്താ മോനെ? കരയ നിന്റെ മനസ്സ് അമ്മയ്ക്ക് കാണാം. എല്ലാം മറക്കണം, ഒന്നും ഓർക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. വേഗം പോയിട്ട് സണ്ണി മരിച്ചു. ബൈക്ക് ആക്സിഡന്റിൽ. വിനോ സീരിയസ് ഹോസ്പിറ്റലിലാണ്. അതെ, ഇന്നലെ രാത്രിയിൽ ബോഡി കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോഴാ കിട്ടിയത്. ആ, താനൊരു കാര്യം ചെയ്യും, അവിടെയുള്ള എല്ലാരെയും വിളിച്ചു പറയാം. ആ, കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചു പറഞ്ഞേക്ക്. വക്കീൽ സാറിന്റെ മകൻ സണ്ണി മരിച്ചു, ബൈക്ക് ആക്സിഡന്റിൽ. നമ്മുടെ വിനോദ് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം കിട്ടിയിട്ടില്ല. ഒരു 11 മണിയോടെ എടുക്കും. സണ്ണിയുടെ ബ്രദർ വരണം മദ്രാസിൽ നിന്ന്. ഇല്ല, തിരിച്ചിട്ടുണ്ട്. വന്നാൽ ഉടനെ ബോഡി എടുക്കും. ആ, യെസ്, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിം. നന്ദൻ, എങ്ങനെയുണ്ടോ തന്റെ പാട്ടൊക്കെ? ചന്ദ്രു സുവോളജി അല്ലേ? ഒരു സിഗരറ്റ് വേണമായിരുന്നു. ഔസേപ്പച്ചന്റെ ഈ സിഗരറ്റ് ഉണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് എന്റെ സണ്ണിക്കുട്ടിയെ കാണാൻ പറ്റില്ല ഔസേപ്പച്ച. ഈ മാസം ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല അമ്മേ. ഞങ്ങളുടെ കടങ്ങൾ മോചിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആരാധ്യമായ ഈ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി മുത്തം കൊടുക്കേണ്ടവർക്ക് മുത്തം കൊടുക്കാം. സണ്ണിക്ക